കഴിഞ്ഞ ദിവസം നമ്മൾ ഗീവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ വിന്നറെ ഇപ്പം അനൗൺസ് ചെയ്യുകയാണ്. മുംതാസ് അനസ് നയൻ എൻ 9 എഴുതിയിട്ട് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റിക് എൻ സ്മോൾ ലെറ്റർ, അതാണ് ആ വിന്നറുടെ യൂട്യൂബ് ID. മുംതാസ് അനസ് എന്നാണ്. ഇനി മുംതാസ് അനസ് വിളിച്ചിട്ട് ഞങ്ങളോട് മുംതാസ് അനസിൻ്റെ കമൻറ്റ് ഏതായിരുന്നു എന്ന് പറയുക. ഞങ്ങൾ കുറേ ദിവസത്തെ എടുത്തിട്ടും ഒരു കമൻറ്റിൽ നിന്നാണ് എടുത്തത്. അധികം കമൻറ്റ് വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ മതി. കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അതായത് ഈ ഒരു ഗീവ് അവേ നടന്ന ടൈം പീരീഡിനുള്ളിൽ എനിക്കറിയത്തില്ല, ഒന്നിലധികം കമൻറ്റ് വന്നാൽ ഒരു കമൻറ്റ് പറഞ്ഞാൽ നമുക്ക് അയാളാണെന്ന് അറിയാം. നമുക്ക് ആ കമൻറ്റ് എല്ലാം ഒന്നിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പം മുംതാസ് അനസ് എന്ന് പറഞ്ഞ ആൾക്കാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നമ്പറിൽ, ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് ആ കമൻറ്റ് ഒന്ന് പറയണം, ഞാനാന്ന് പറയണം. എന്നിട്ട് അഡ്രസ്സൊക്കെ ബാക്കി അവർ ചോദിച്ചോളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേച്ചാൽ മതി. സാരി വീട്ടിലെത്തും കേട്ടോ. സാരി വീട്ടിലെത്തി കഴിയുമ്പോൾ യൂട്യൂബിൽ കയറി എനിക്ക് സാരി കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗീവ് അവേ കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായിട്ട് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ആണ്. അതിനകത്ത് ഏതാ പാർട്ടി വെയർ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണോ ഡെയിലി വെയർ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണോ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയല്ല. എടുത്തു വെച്ചേക്കുന്നത് ഇവിടെ വെക്കുമ്പോഴേ ഞാനും കാണുള്ളേ. ഇതിപ്പം ഇത് മാലയാണ്. മാല കമ്മൽ സെറ്റ്. മാല എന്ന് പറയുമ്പോൾ അതിന് ഒരു ലെങ്ത്ത് ഏകദേശം ഒരു ഇവിടം വരെ വരും. അത് കുറച്ച് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇങ്ങനെ എന്നാ പറയുന്നത്, സെറ്റ് ഏത് മോഡലിന് ഇടണം, എങ്ങനെ ഇടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ചിടുക. ഈ ഒരു കമ്മൽ അതിന് പെയറായിട്ട് വരുന്നുണ്ട്. കമ്മൽ നല്ലതായിട്ട് കാണാമോ? ഇരിക്കുന്നുണ്ട്. ഇതിപ്പം ഡാർക്ക് മെറൂൺ കളറാണ്. ഇതിൻ്റെ ഈ മുത്തിൻ്റെ കളറുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഇവിടുത്തെ മുത്തിൻ്റെ കളർ മാറും. നല്ല ഭംഗിയാണ്, ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയാണ് മാല. ഞാൻ ഇട്ട് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ, ഒരെണ്ണയിലും ഇട്ട് കാണിക്കാവോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ സാരി അല്ലല്ലോ എടുത്തേക്കുന്നത്. സാരി എടുക്കുമ്പോഴാണ് ഇത് ഇങ്ങനത്തെ മാല കുറച്ച് കൂടുതൽ ഇടുന്നത്. അപ്പം അതിൻ്റെ ഒരു അഭംഗി വരുമോ എന്നറിയത്തില്ല. അടുത്ത കളറ് എൻ്റെ തന്നെ സെയിമാണ്, കളർ മാത്രം വ്യത്യാസം. ഇതൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ്. ഡ്രസ്സിനൊക്കെ മാച്ചായിട്ടിടാം. ഇത് കമ്മൽ തന്നെ ഇടുമ്പോൾ മാച്ചിങ് അല്ലെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് ആണ് അതിൻ്റെ കമ്മൽ പെയറായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലോക്കറ്റും ഒക്കെ ആയിട്ട് ഞാൻ ഒരെണ്ണം ഇട്ട് കാണിക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഈ ബ്ലൂ ഷെയ്ഡ്. പിന്നില്ലേ ഇത് ഈ ഗ്യാരണ്ടി വാറണ്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉള്ള മാലയല്ല, നമ്മൾക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് ഇടുന്ന മാലയാണ്. ഇതിപ്പം എനിക്ക് ഭയങ്കര രസമാണ് കാണാൻ. ഈ ഒരു റേറ്റിനൊക്കെ ഇത്രയും നല്ല നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ എന്തായാലും ഏറ്റവും കൂടുതൽ വിയർക്കുന്ന ഒരു സ്ഥലമാണ് നെക്കെന്ന് പറയുന്നത്. അപ്പം നെക്കിൽ വിയർപ്പിട്ടാൽ ഉറപ്പായിട്ട് വരും. നമ്മൾ ഊരി വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് എന്തെങ്കിലും തുണിയോ വല്ലതും വെച്ച് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് അതിൻ്റെ വിയർപ്പ് കളഞ്ഞിട്ട് വേണം എടുത്ത് വെക്കാൻ. പറ്റുമെങ്കിൽ നമ്മൾ സാരിക്കും അല്ലെങ്കിൽ ഡ്രസ്സിന് അടുപ്പിക്കുന്ന പോലെ ഒന്നൊരു കാറ്റുള്ളിടത്തൊന്ന് കുറച്ച് നേരം വെച്ചിട്ട് എടുത്ത് അതിൻ്റെ ഓർണമെൻറ്റ്സ് ഇടുന്ന ബോക്സിനകത്ത് വെച്ച് വെക്കുന്നതൊക്കെ ആയിരിക്കും കുറച്ച് ഡ്യൂറബിലിറ്റി കിട്ടാനായിട്ട് നല്ലത്. ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചെയ്യുക. നേവി ബ്ലൂ ആണ് ഇതിന് പോയിരിക്കുന്ന കല്ല്. ബാക്കി പേള് പോയിരിക്കുന്ന ഒരു അടുത്തത് ഇതുണ്ട്, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഇപ്പം നിങ്ങളൊക്കെ എന്നോട് ചോദിക്കും, വിദ്യയ്ക്ക് ഇത് ഓണത്തിന് മുന്നേ കാണിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമായിരിക്കും. ഇനി ഓണം വരുമല്ലോ, ഓണം വരും, ഫംഗ്ഷൻ വരും, എല്ലാം വരും. ഒന്നും ഒരിക്കലും തീർന്നു പോയിട്ടില്ലല്ലോ. അപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്കിടാം. ഇത് നമുക്ക് ഒത്തു കിട്ടുക, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കിട്ടുക. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ കേട്ടോ. എനിക്കൊരു ആവശ്യമില്ലെന്ന് കണ്ടാലും ഇപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ എനിക്ക് ഒരാവശ്യവും ഇല്ലെങ്കിൽ പോലും നമ്മളതങ്ങ് വാങ്ങിക്കും. അതുപോലത്തെ ആ മോഡൽ ഇഷ്ടംപോലെ ചെരുപ്പുണ്ടെങ്കിലും വാങ്ങിക്കും. ഇഷ്ടപ്പെട്ട ഒരു കളർ, ഇപ്പോൾ ചെരുപ്പാണ്ടെ മാലയാട്ടെ, അങ്ങനെ വാങ്ങിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. ചിലർ അങ്ങനെയല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. എന്തും നല്ലതാണ്. നമുക്ക് മനുഷ്യ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അടുത്തത് ബ്ലാക്ക്. ഇത് വെറും 250 രൂപയേ ഉള്ളൂ. ഈ മാലയും കമ്മലും തന്നെ. ഞാൻ ശരിക്കും പറയാം, ഞാൻ ഒട്ടും നമ്മളുടേതായതുകൊണ്ട് അങ്ങനെ ഒരു ഇതാക്കി പറയുന്നതല്ല. ഈ കമ്മലിന് തന്നെ കൊടുക്കണം. അത്രത്തോളം പല വലിയ
ഇപ്പോൾ പറയുന്നതിന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ലേഡി സ്റ്റോറുകളിൽ നിന്നൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിന് 100-600 രൂപയൊക്കെ വിലയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിനൊരു ഭയങ്കര വിലയാണ്, അത് ഭയങ്കര വില റേറ്റ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. അതേ ഐറ്റം തന്നെയാണിത്. നമുക്ക് ഇവിടെ നമ്മുടെ ബുട്ടീക്ക് ആയതുകൊണ്ട് നമുക്കിപ്പം ജ്വല്ലറി ചെറിയ രീതിക്കുണ്ട്, നമ്മളത് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്, അതിൻ്റെ പണികൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. പിന്നെ ഓൺലൈനിൽ കാണിച്ചിട്ട് തീർന്നു പോയി സെയിം കിട്ടിയില്ലെങ്കിലും ഷോപ്പിലും ജ്വല്ലറി സെക്ഷൻ അവൈലബിൾ ആണ് എന്നും കൂടെ പറയാം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇവിടെ നേരിട്ട് വരുന്നവർക്കും ഒക്കെ ഡയറക്റ്റ് വാങ്ങിക്കാം. ഇത് പറഞ്ഞ 100, 600, 700 രൂപയ്ക്ക് വിൽക്കുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം. ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഒരു ചില്ലി റെഡിൻ്റെ കളറുള്ള ഒരു സ്റ്റോണാണ്, മുത്താണേ. കണ്ടോ, നല്ലൊരു ഭംഗിയാണ്, ഭയങ്കര ഒരു എടുപ്പാണ് അതിന്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ആ ഒരു കമ്മലാണെങ്കിലും ഏത് മുഖത്തിനും ചേരും. ഇങ്ങനെ റൗണ്ട് ഇത് വരുന്ന കമ്മൽ നല്ല രസമല്ലേ, കണ്ടിരിക്കാൻ അങ്ങ് തോന്നും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ? എനിക്കാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാനങ്ങ് സൗന്ദര്യം എന്തിൽ കണ്ടാലും നമ്മൾ നോക്കിയിരിക്കും. പ്രകൃതിയിലാട്ടെ, മനുഷ്യരിലാട്ടെ, ആഭരണങ്ങളിലാട്ടെ, ഡ്രസ്സിലാട്ടെ, എന്തിലാണെങ്കിലും സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ നോക്കിയിരുന്നു പോകും അല്ലേ. ഇതിപ്പോൾ ഒരു റാണി പിങ്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മുത്തിൻ്റെ ഇവിടേക്ക് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഈ മുത്തും കൂടെ നോക്കിയാൽ മതി. ഇവിടുത്തെ മുത്ത് വരുമ്പം വ്യത്യാസമൊന്നും അറിയത്തില്ല, അത് അങ്ങനെ ഒരു സ്റ്റൈലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഡ്രസ്സിന് ചേർന്ന മാച്ചിങ് ആയിട്ടോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലോ, വല്ല ഫംഗ്ഷനുകൾ വരുന്നുണ്ടെങ്കിലോ വരുന്നില്ലെങ്കിലോ ഒക്കെ വാങ്ങിച്ച് വെച്ചോളുക. അപ്പോൾ ഇനി ആ മോഡൽ തീർന്നു, ഇനി വേറൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. ആയിട്ട് ഈ മാലയ്ക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വേറെ കളർ വരുന്നില്ല, സെയിം പാറ്റേൺ ആണ്. ഇത് കണ്ടോ, കമ്മലും അങ്ങനെ തന്നെ. ഇവിടെ വേറെ കളർ വരുന്നില്ല, അത് മാത്രം ക്രീം കളറും ഗോൾഡൻ കളറും ഇങ്ങനെ വന്നിട്ട് കമ്മൽ അത് തന്നെ വന്നിട്ടിത്. അപ്പം അതിപ്പോൾ ഏത് ഒക്കേഷന് വേണമെങ്കിൽ നമ്മളുടെ ഗോൾഡൻ കളറുള്ള സാരി അങ്ങനത്തെ ഒക്കെ കൊടുക്കും. ചർച്ച് വെയർ ആയിട്ടുള്ള ഈ ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് അങ്ങനത്തെ ഒക്കെ കേരള സാരി അങ്ങനെയൊക്കെ ഉടുപ്പിക്കുമ്പോൾ പെയർ ചെയ്യാനായിട്ട് നല്ലതായിട്ട് പറ്റും. ഇത് നമ്മുടെ ആൻറ്റിക് ജ്വല്ലറി കളക്ഷൻസിലുള്ള മാലയാണ്. ഇതും ഞാൻ പറയാം, ഇതിപ്പം നിങ്ങൾ മാർക്കറ്റിൽ പല സ്ഥലത്തും 10,000 രൂപ അതിന് മേളിലും റേറ്റ് ഇതിന് ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്ക്. ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ വില ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 ഗ്രാം കിട്ടണമെങ്കിൽ 10,000 രൂപയോ അങ്ങനെ ഏതാണ്ട്. 1 പവൻ എടുക്കണമെങ്കിൽ 1,00,000 രൂപ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഏറ്റവും വലിയ ടൈറ്റിലായിട്ട് കിടക്കുന്നുണ്ട്, 1 പവൻ എടുക്കണമെങ്കിൽ 1,00,000 രൂപയാവുന്നു. പിന്നെ അതിൻ്റെ മേക്കിംഗ് ചാർജസ് വേറെ. ഇതുപോലൊക്കെയുള്ളൊരു സാധനം മേക്കിംഗ് ചാർജസും കൊടുത്ത് നമ്മളെടുക്കണ എത്ര രൂപ. പിന്നെ ഇതെല്ലാത്തിലും ഉപരി ഇത്രയും റേറ്റ് കൊടുത്തെടുക്കുമ്പോൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഇത്. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് നല്ലതായിരിക്കാം, വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ലതായിരിക്കാം. പക്ഷേ നോർമലി ഇതാണ് നമുക്ക് സേഫ്, എപ്പോഴും സേഫ്. പോക്കറ്റ് കാലിയാകാതെയും പേടിക്കാതെയും പോയാലും എത്രയ്ക്കായാലും പോകുള്ളൂ എന്ന് വെക്കാം. അങ്ങനത്തെ നമ്മുടെ ആൻറ്റിക് ജ്വല്ലറി കളക്ഷൻസിൽ വന്നിരിക്കുന്ന ഒരു മാലയാണിത്. അതിൻ്റെ തന്നെ പേള് വെച്ചിട്ടുള്ള കമ്മലും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വെള്ളക്കല്ല് പോലത്തെ വെള്ളപ്പേളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ് അടുത്തത്. ഇതെല്ലാം നമുക്ക് ഇനി ഷോപ്പിൽ സുലഭമായിട്ട് അവൈലബിൾ ആയിരിക്കും. കടയിൽ നിന്ന് വരുന്നവർക്ക് വന്ന് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. ഇപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ ഈ ഓൺലൈനിൽ കാണിക്കുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ മാത്രം ചിലപ്പം തീർന്നു പോയേക്കാം. എന്നാലും അത് വീണ്ടും റീസ്റ്റോക്ക് വരും കേട്ടോ. പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ, ഓരോരുത്തരുടെ ഇറക്കമുണ്ടല്ലോ, അതിങ്ങനെ ഇറക്കിയിടുന്ന ഒരു സ്റ്റൈലിങ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ചിലർക്ക് ഒത്തിരി ഇറക്കി എടുക്കുന്നു, ചിലർക്ക് ഇങ്ങനെ കയറിയിരിക്കും. അതനുസരിച്ച് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, കൊളുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പോരാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലേഡീസ് സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചാണെങ്കിലും നമുക്ക് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിനിപ്പോൾ വന്നിട്ട് പച്ച കളറുള്ള കല്ല് വരുമ്പോൾ ആ കല്ല് തന്നെയാണ് കമ്മലിനും വരുന്നത്. ഇത് കണ്ടോ, ഈ കമ്മൽ ഒറ്റയ്ക്കാണെങ്കിലും ഇടുകയും ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വെറും 395 രൂപയേ ഉള്ളൂ. അടുത്തത് ഈ കല്ല് ഇതിപ്പോൾ വന്നിട്ട് ഒരു റാണി പിങ്ക് ഒക്കെ ഒരു കളർ വരുന്ന കല്ല്. ഇത് കണ്ടോ, നല്ലല്ലേ. ഇഷ്ടംപോലെ ജ്വല്ലറി കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മളത് പ്രൈസിങ് നടക്കുന്നതേ ഉള്ളൂ.
അതുകൊണ്ടാണ് അത് ഷോപ്പിലും അത് ഇത് ചെയ്തിട്ടില്ല, ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, പ്രൈസിങ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് അവൈലബിൾ ആണ്. ഇസബെല്ലയിലേക്ക് പോരുക. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഓൺലൈനിൽ ജ്വല്ലറിയുടെ വീഡിയോയും കാണിക്കും. പിന്നെ ഇന്നിപ്പോൾ മാല മാത്രമാണ് കാണിച്ചത്, വളകൾ, കമ്മൽ എല്ലാം ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലെല്ലാം കാണിക്കാം. ഇത് ഇപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോളുക. ഇതിന് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒത്തിരി സ്റ്റോക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് സെയിം കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർ എന്നാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, എന്നിട്ട് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യുക, ഷിപ്പിംഗ് ചാർജ് അടയ്ക്കാതെ. അങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം. കാരണം കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒത്തിരി ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. നമ്മുടെ ജ്വല്ലറി സെക്ഷന് നല്ല ഡിമാൻഡാണ്. വളരെ കൊച്ചൊരു ഇതിൽ വെച്ചിട്ടുള്ളൂ. ഇപ്പം ഒരു കൊച്ചൊരു ബോക്സ്, ഇത്രയുള്ളൊരു ബോക്സിലാണ്, എന്നാൽ പോലും ഭയങ്കരമായിട്ട് നമുക്കത് സെയിൽ നടക്കുന്നുള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നടക്കുന്നുള്ളത് കൊണ്ട് നമ്മളത് ഇച്ചിരി വിപുലപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. അതുപോലെ വേറെ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട്, അതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ പറയാം കേട്ടോ. അപ്പം വേഗം തന്നെ വാങ്ങിച്ചോളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.